ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. കമ്പനി ലൈനർ കിടക്കുന്നത് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഹബിനകത്തൊക്കെ അത്യാവശ്യം ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ലൈനറുമ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ചെറിയ വരയൊക്കെ ഇതുമ്പോൾ കാണുന്നുണ്ട്. ആ ലൈനറുമ്പോൾ വരാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹബിനകത്ത് ആ സ്ക്രാച്ച് ഉണ്ട്. അതിനകത്ത് തൽക്കാലം നമുക്ക് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഉരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഇതാണ് ആ സ്ക്രാച്ച് കേട്ടോ. ഉരച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അതിൽ അത്യാവശ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് വീലിൻ്റെ ഈ റബ്ബർ സെറ്റ് ഒന്ന് മാറ്റിയിടാം. കാരണം ഞാൻ അത് അത്യാവശ്യം ചതഞ്ഞ് പൊട്ടാറായ രീതിയിലേക്ക് നിൽക്കണം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്. പിന്നെ സാധാരണ നമ്മൾ ഓരോ സർവീസിലും പറയുന്ന രീതിയിൽ തന്നെ നിലവിൽ എൻജിൻ ഓയിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ ലെവൽ കുറവ് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് 3000 കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ലെവൽ വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ലെവൽ കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നാലാണ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മേജർ കംപ്ലയിൻ്റൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ബാക്ക് സൈഡിൽ ഈ കൗൾ സെറ്റൊക്കെ പൊട്ടിയിട്ട് നല്ല വൈബ്രേഷൻ സൗണ്ട് ഉണ്ട് ഈ ബാക്ക് സൈഡിൽ നിന്ന്. ഇതല്ല, ഇത് കിടന്നൊക്കെ പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം നമുക്ക് പൊട്ടിച്ച് തൽക്കാലം വലിയ ഷെയ്ക്കില്ലാത്ത രീതിയിലേക്ക് ആക്കാം. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെ വൈസറിൻ്റെ അവിടെ നിന്നും. വൈസറിൻ്റെ അവിടെ പൊട്ടിയിട്ട് നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടു നടക്കണേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ശരിക്കും അത് മാറ്റിയാലാണ് അതൊക്കെ ക്ലിയർ ആവുള്ളൂ. തൽക്കാലം നമുക്കതൊന്ന് വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചതാണ്. അതിന് ശേഷം ഫ്രണ്ട് വീലും കൂടി അഴിക്കും. അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. ടയറൊക്കെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല ടയറാണ്. പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്. അതായത് അത്യാവശ്യം മൈലേജ് കാണുന്നുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ഈ പ്ലഗിൻ്റെ ടോപ്പ് സൈഡ് കറക്റ്റ് ആ പോയിന്റിലേക്ക് നോക്കുമ്പോൾ അറിയാം, കാര്യമായിട്ടുള്ള കരിയല്ല അതിനകത്ത് വരാം. ശരിക്കും ഒരു ഗ്യാസ് ബർണറിൻ്റെ, അതായത് പക്ക ഫയറിങ് നടക്കുന്ന ഒരു കണ്ടീഷനാണ് കാണുന്നത് നമുക്ക് അതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2021 ബാറ്ററിയാണ്. 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വോൾട്ട് നമുക്ക് 12.84 ആ റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. പക്ഷേ എന്നാൽ പോലും നമുക്ക് പരമാവധി ഉപയോഗിക്കാം. കഴിഞ്ഞ സർവീസിലും ഇത് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് നമുക്ക് സെൽഫ് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരെ ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ഇതിന് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിക്കറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ മാറ്റിയിട്ടാൽ മതി. ഈ ഓയിൽ കുറഞ്ഞു പോകണ കംപ്ലൈൻറ്റ് സിലിണ്ടർ ബസ്റ്റിൻ്റെയൊക്കെയാണ്, തേമാനത്തിൻ്റെയൊക്കെയാണ്. അതിന് ഇനി പരമാവധി ഓടിക്കുക. ഓയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം ഉപയോഗിക്കുക. കറക്റ്റ് ഓയിൽ കുറഞ്ഞ് ഓടാണ്ടിരുന്നാൽ മതി. പരമാവധി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ മാക്സിമത്തിലേക്ക് ഉപയോഗത്തിലേക്ക് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് വർക്കും അതേപോലെ തന്നെ വീൽ റബ്ബറും എഞ്ചിൻ ഓയിലും മാത്രമേ നമുക്ക് മാറ്റേണ്ട പാർട്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഓക്കെ.